എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുമായിട്ട് അകന്നു കഴിയുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും അവരുടെ കറണ്ട് സിറ്റുവേഷനാണ്, അവരുടെ നിലവിലത്തെ അവസ്ഥയും കൂടിയാണ് നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഒരു റീഡിങ്ങിലൂടെ. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ്. വീഡിയോ മൊത്തത്തിൽ റെസണേറ്റ് ആവാനായിട്ട് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നെഗറ്റിവിറ്റി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊന്നും കൂടി റെസണേറ്റ് ആവുന്നതാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. അവരുടെ നിലവിലത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ഒരു അവസ്ഥയാണ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും കൂടെ നോക്കാം. വാവ്, വളരെ പോസിറ്റിവിറ്റി. ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ഹെർമിറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഞാനിവിടെ നിങ്ങൾ എടുത്തൊരു കാർഡുകൾ കണ്ടു കാണും. ഷഫിൾ ചെയ്തതിന് ശേഷം എടുത്ത കാർഡുകളാണ് ഇതൊക്കെ. അല്ല, നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു റീഡിങ്ങും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പം മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച്, അത് ഫാമിലി ആവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൂടെ ആകാം. ആ ഒരു ബന്ധത്തിലൊട്ട് ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. കാര്യം 7 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ ഇപ്പോഴും അവരുടെ ലൈഫിലേക്ക് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ ആരുടെ കൂടെ ആയാലും ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് എന്നാണ് ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാര്യം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇതുപോലെ റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ആദ്യം തന്നെ ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഭയങ്കര പേടിയാണ്, കുറ്റബോധമാണ്. കാര്യം നിങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചതല്ല അവരായിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചളിപ്പുണ്ടാകും. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവരിപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനിലൊട്ട് ഹാപ്പി അല്ല എന്നാണ് നിലവിലത്തെ കാർഡുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു വ്യക്തി ഇപ്പോൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അതിപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പം ആവാം, അല്ലെങ്കിൽ അവർ മറ്റൊരു തേർഡ് പാർട്ടിയോടൊപ്പം ആവാം. ആ ഒരു ബന്ധത്തിൽ അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് അവരാഗ്രഹിച്ച ഒരു ബന്ധമായിരിക്കില്ല അവർക്കവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച വ്യക്തിയാണിത്, വേദനിപ്പിച്ച വ്യക്തിയാണ്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ചില വ്യക്തികളാണിത്. നിങ്ങളൊരു ക്യൂൻ ഓഫ് വാൻസ് ആയിരുന്നു, ഒരു നിശ്ചയദാർഢ്യമുള്ള ആത്മവിശ്വാസമുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നാൾ കരഞ്ഞു ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ. പക്ഷേ നിങ്ങളിപ്പം തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ എനർജിയൊക്കെ മാറി. കാര്യം നിങ്ങളിപ്പോൾ ഇവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലാത്തൊരു വിങ്ങലാണ് ഇപ്പോഴും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഇപ്പോൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് കണ്ണീര് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു സ്ത്രീ, ഇത് നിങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് കാണിക്കുന്ന വ്യക്തികളെ, അത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തിയാവാം, ഒരു പുരുഷനുമാവാം ഒരു സ്ത്രീയുമാവാം. നിങ്ങൾ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മാറി
ആ ഒരു മാറ്റമാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വീണ്ടും അവരെ അടുപ്പിക്കുന്നത്. അവരിപ്പോൾ ഒരു ഏകാന്തതയിലാണ്, ഒരു തടവറയിൽ അകപ്പെട്ട പോലെയാണ്. അവർ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നാണ് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒരു ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവർ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ വീണ്ടും നിങ്ങളെ സ്വന്തമാക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലത്തെ നിങ്ങളെ ഉപേക്ഷിച്ച് വലിയ ഗമയിൽ അവർ പോയി, വലിയ വീരവാദമൊക്കെ മുഴക്കിപ്പോയി. നീ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അവളുണ്ടല്ലോ അല്ലെങ്കിൽ അവനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷേ അവരിപ്പോൾ സ്റ്റക്ക്ഡാണ്. അവർ വിചാരിച്ചതുപോലെയുള്ളൊരു ജീവിതമല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റീഡിങ്ങിലൂടെ മനസ്സിലായത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകളും കൂടെ എടുക്കാം അവരുടെ നിലവിലത്തെ അവസ്ഥ പരിശോധിക്കാനായിട്ട്. നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ അവസ്ഥയാണ്. ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഒട്ട് ഹാപ്പിയല്ല. കാര്യം അവരെടുത്ത തെറ്റായ തീരുമാനം മൂലമാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായത് എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇപ്പോഴൊരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ അതിനായിട്ടൊരു ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. കാര്യം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടപ്പിലാകില്ല എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിലേക്കോ അവരുടെ ഫാമിലിയോടൊപ്പമോ പോയതാണ്. നിങ്ങളുടെ തമ്മിലൊരു പ്രണയബന്ധമാവാം, ഇതൊക്കെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാത്തതാവാം. അതുകൊണ്ട് ഫാമിലിയുടെ വാക്ക് കേട്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തട്ടിയെടുത്ത് അങ്ങനെ ഇപ്പോഴവർ അവരോടൊപ്പമാണ് ജീവിക്കുന്നത്. പക്ഷെ രണ്ട് സാഹചര്യമായാൽ പോലും അവരൊട്ട് ഹാപ്പിയല്ല. അവരുടെ നിലനിൽപ്പിൻ്റെ നിങ്ങളെ കൂടെ ആശ്രയിച്ചാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ആയിരിക്കണം എന്നാണ് ഇപ്പോഴാ ഒരു വ്യക്തി ഒരു നിലപാടെടുക്കുന്നത്. നേരത്തെ അവർക്ക് അങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എത്തുകയുള്ളൂ, അല്ലെങ്കിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് പണ്ട് നിങ്ങളെ ഒട്ടും പരിഗണിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ലവറാവാം. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തി നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അതങ്ങനെയാണല്ലോ. അതായത് നമ്മൾ കൂടെയുള്ളപ്പം നമ്മുടെ വാല്യൂ ചിലർ മനസ്സിലാക്കില്ല. നമ്മൾ അകന്നു പോയി കഴിയുമ്പോഴാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ വളരെ കാലമായിട്ട് സെപ്പറേഷനിലാണ് എന്ന് കാണുന്നു. അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നുണ്ട്. അവരിപ്പോൾ ഒരു ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു മെൻ്റലായിട്ടുള്ളൊരു ഡിപ്രഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാക്ഷനും അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. ഒരു ട്രാവലിംഗ് കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെ അതാണ്. കാര്യം അവർക്കൊരു ഫേവറബിൾ ടൈമിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഒരു നല്ല സമയം, ഒരു പേഷ്യൻസ് കാർഡും വന്നിട്ടുണ്ട്. ക്ഷമയാണ് ഇപ്പോൾ അവരെ പഠിപ്പിച്ച് ക്ഷമ. പണ്ട് ഈ ഒരു വ്യക്തി എടുത്തുചാട്ടത്തിലൂടെയാണ് നിങ്ങളെ കളഞ്ഞ് മറ്റൊരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു വഴക്കുണ്ടായി, അങ്ങനെയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. ഇത് നിങ്ങളെ ഒരുപാട് സംശയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് വെറുതെ തല്ലുകൂടിയിരുന്ന വ്യക്തിയാണ്. ഒരു കാരണമില്ലാതെ നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുകയും. കാര്യം ഇവർ വിചാരിക്കുന്ന ഇവർ ഒരു എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവർ ജീവിതത്തെ കണ്ടത്. ഒരു ബുക്കിലും ഒരു പേനയും പേപ്പറും എടുത്ത് ഇവർ കുറേ കാര്യങ്ങളങ്ങ് എഴുതി വെച്ചു. അതുപോലെയാണ് അവരുടെ ലൈഫ് ജീവിതം എന്നാണ് അവർ കണ്ടത്. പക്ഷേ അങ്ങനെയല്ലല്ലോ ജീവിതം.
അതായത് ഒരു വ്യക്തിയെ എങ്ങനെയാണോ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവരിപ്പോൾ പഠിച്ചു. മുൻപ് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ നേരത്തെ റീഡ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവരുടെ ലൈഫിനെ പറ്റി. പക്ഷേ ആ ഒരു പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ വിദ്യാഭ്യാസം കുറവുള്ളൊരു ലേഡിയാവാം, അല്ലെങ്കിൽ ഒരു പുരുഷനാവാം, അല്ലെങ്കിൽ ജോലിയില്ലാത്ത, അല്ലെങ്കിൽ അവരെക്കാളും കുറഞ്ഞ ജോലിയുള്ള ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവാം. പക്ഷേ അതൊക്കെ അവർ നിങ്ങളുമായിട്ട് ബന്ധത്തിൽ വന്നപ്പോൾ ഇതൊക്കെ ഒരു കാര്യമായിട്ട് എടുത്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ വലുതായി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അവർ മറ്റൊരാളെ കണ്ടെത്തി, അല്ലെങ്കിൽ അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയി. ഫാമിലിയുടെ വാക്ക് കേട്ട് ഫാമിലി നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞതിൽ വിശ്വസിച്ച് ഒരു നിമിഷത്തെ ആ ഒരു ഇതിൽ അവർ നിങ്ങളെ അവിശ്വസിച്ച് നിങ്ങളെ വിട്ടിട്ട് പോയി. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തിക്ക് കടുത്ത കുറ്റബോധമുണ്ട് നിങ്ങളോട് ചെയ്തതിൽ. നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അതൊരു അനുകൂലമായൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ. നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെയൊക്കെ വിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് പേഷ്യൻസ് കാർഡ് വന്നത്. നിങ്ങളായിരുന്നു അവരെ യഥാർത്ഥ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു അവരെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നത് എന്നൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയിടയ്ക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ കൊടുത്തതുപോലെയുള്ള ഒരു സ്നേഹവും ഊർജ്ജവും പരിഗണനയൊന്നും അവർക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേഷൻ കാർഡ് വന്നിട്ടുണ്ട്, ടോട്ടാലിറ്റി കാർഡ് വന്നിട്ടുണ്ട്. ഒരു ശിവശക്തി ബന്ധം പോലെ, ഒരു ഇൻയാങ് എനർജി പോലെ. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും. പരസ്പര പൂരകങ്ങളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി. അപ്പോൾ അവരും ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ഈ ഒരു സോൾമേറ്റിനെ പറ്റിയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ നിങ്ങളുടെ ഒരു അഭാവം അവരിൽ വലിയൊരു രീതിയിലുള്ള ഒരു ശൂന്യത സൃഷ്ടിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ പ്രശ്നത്തിലാണ് എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അവരിപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പമായിരിക്കും താമസിക്കുന്നത്. ഫാമിലിയൊക്കെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ മനസ്സിലാക്കിയ ഒരാൾ നിങ്ങളാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ മനസ്സിലാക്കണമല്ല. അതായത് നിങ്ങളുടെ വ്യക്തിയെ കൂടെ മനസ്സിലാക്കണമല്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ ഒരു കുടുംബവും കൊടുക്കുന്നില്ല, ഈ ഒരു തേർഡ് പാർട്ടിയും കൊടുക്കുന്നില്ല. അവരുടെ എടുത്തുചാട്ടം മൂലമാണ് ഈ ഒരു ബന്ധം തകർന്നത് എന്നുള്ളൊരു ഇപ്പോഴും ഈ ഒരു വ്യക്തി ക്ഷമ പഠിച്ചു കേട്ടോ. നേരത്തെ നിങ്ങളുമായിട്ടുള്ള ഒന്നിച്ച് ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇവർ ക്ഷമ എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ക്ഷമിക്കാൻ പഠിച്ചു. ഇവർ പേഷ്യൻസ് എന്താണെന്ന് പഠിച്ചു, ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. ഇനി വീണ്ടും നിങ്ങളെ റിജക്റ്റ് ചെയ്യും, ആ ഒരു വ്യക്തിയെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഇവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരില്ല എന്ന് പറയുന്നത് ഇവർ. എന്നിരുന്നാലും അവരുടെ മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ 2026 തന്നെ അതിനൊരു സാധ്യതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റ് ആയിരുന്നെങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ. അവരിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും അവരിങ്ങനെ ട്രാവലിംഗ് ചെയ്യും. അതുപോലെ അവരെന്തെങ്കിലും ഒരു യാത്ര നടത്തുക, അതൊക്കെയാണ് അവരൊറ്റയ്ക്ക് യാത്ര പോവുക, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു നിലവിലത്തെ ഒരു അവസ്ഥയിൽ അവരൊട്ട് ഹാപ്പിയല്ല എന്ന് കാണിക്കുന്നുണ്ട്. കാര്യം അവർക്ക് നിങ്ങളുടെ ഒരു അഭാവം അവരിൽ ആഴത്തിലുള്ളൊരു ശൂന്യത സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. അവരെ പൂർണ്ണനാക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണയായ ഒരു സ്ത്രീയാക്കുന്ന നിങ്ങളാണ് എന്ന് തിരിച്ചറിവ് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് വരാൻ എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് റീഡിങ്ങിൽ മനസ്സിലായത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്ന് നോക്കാം.
അപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പി അല്ല എന്ന് കണ്ടു. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. യെസ്, അവർക്ക് നിങ്ങളോട് വളരെ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഇപ്പോഴും ഒരു ഇൻറ്റൻസ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം അവരിപ്പോൾ അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും കാണിക്കുന്നില്ല, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റേ ഇല്ല. ഇവിടെ നമുക്കറിയാം ഒരു ഫിസിക്കലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ്. കാര്യം നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തിയാണ്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോൾ ലവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ അവരുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഇരുണ്ട അധ്യായം അവസാനിപ്പിച്ച് വീണ്ടും ഒരു പുതിയ റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതാണ് ഡെത്തും വേൾഡ് കാർഡും വന്നത്. പക്ഷേ അവരവരുടെ വികാരങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി വളരെ ഒരു കള്ളത്തരമുള്ള ഒരു വ്യക്തിയാണ്. പുറമേ കാണിക്കുന്നൊന്നുമല്ല. കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, അവരെല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി അവർക്ക് നിങ്ങളോട് ഭയങ്കര തീവ്രമായിട്ടുള്ള വികാരങ്ങളുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സെക്ഷൽ ഫീലിങ്സ് ആണ് കൂടുതൽ ഇവിടെ കാണിക്കുന്നത് ആ ഒരു വ്യക്തിക്ക്. അവർ നിങ്ങൾക്കായിട്ട് ക്ഷമയോടുകൂടി, ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 2 monthsനുള്ളിൽ റീയൂണിയനൊക്കെയുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരല്ല. അവരവരുടെ ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതെന്ന് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവരെന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമില്ലേ? പക്ഷേ ഇവരുടെ നേച്ചർ എങ്ങനെയാണ്? ബേസിക്കലി ഇവർക്ക് ഇവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് അറിയാത്ത വ്യക്തികളാണ്. ഈ ഒരു ഡെത്ത് കാർഡും വേൾഡ് കാർഡും വന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട്, അതുപോലെ 2 of Wands വന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ലൈംഗിക താല്പര്യങ്ങളും ഒക്കെയുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. ഒരു ലെസ്റ്റാണ് ഇവിടെ കൂടുതലും. പക്ഷെ ആ ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമല്ല, ഒരു ഡീപ്പായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് നിങ്ങളുടെ അടുത്തുള്ളത്. വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാണ് അവരെ പൂർണ്ണനാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ഒരു ടോട്ടാലിറ്റിയുടെ ഒരു വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആണ് തീർച്ചയായിട്ടും. ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എംപറർ കാർഡ് വന്നത്. ഹിഡൻ ആയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിതീവ്രമായിട്ടുള്ള മോഹങ്ങൾ നിങ്ങളെടുത്തുണ്ട്. ഒരു വികാരങ്ങളും ഉണ്ട്, ഇമോഷണലി ഉണ്ട്, ഫിസിക്കലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഇങ്ങനെ സ്നേഹം കൊണ്ട് നിങ്ങളെന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് പൊതിഞ്ഞേനെ എന്നുള്ളൊരു ഫീലിങ്സാണ് അവർ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അതാണ് അവരുടെ വികാരങ്ങൾ. അതുപോലെ കുറച്ച് കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ നോക്കാൻ കുറച്ച് കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വികാരങ്ങൾ നോക്കാം. അതാണ് ഇവരുടെ തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കാര്യം ഇവരായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് പെട്ടെന്ന് എൻ്റെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ട്. അതായത് മുൻപ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കലഹിച്ച് എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോയ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഒരു 10 of Pentacles വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ദീർഘകാല ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് എന്തൊക്കെയോ തീരുമാനമൊക്കെ എടുത്ത് നിങ്ങളിൽ നിന്ന് അകന്നുപോയ വ്യക്തികളാണ് ഇവർ. കാര്യം നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ ഇപ്പം മറ്റ് വീട്ടുകാരുടെ ഇടപെടലാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കളഞ്ഞിട്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 3 to 4 weeksനുള്ളിൽ ഈ ഒരു വ്യക്തിയുടെ മെസ്സേജൊക്കെ ലഭിക്കാനുള്ള
സാധ്യത കാണുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്, ആഗ്രഹ പൂർത്തീകരണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ളൊരു യിങ് യാങ് എനർജിയാണ്, ഒരു ശിവശക്തി ബന്ധമാണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് നിങ്ങളുമായിട്ട്. ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അകന്നു പോയതിൽ. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത്. അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് എന്ന് നേരത്തെ കാർഡ് എടുത്തപ്പം മനസ്സിലായി. കാര്യം അവരെ എല്ലാ രീതിയിലും ചേരുന്ന ഒരു ബന്ധം നിങ്ങളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ചേരുന്ന ഒരു ബന്ധം. പെട്ടെന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോയ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും. ആ ഒരു കാര്യത്തിൽ ഇവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. അതായത് പെട്ടെന്ന് ഇറങ്ങിപ്പോയ ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. അതിലവർക്ക് ഒരുപാട് കുറ്റബോധം ഈ ഒരു വ്യക്തിക്കുണ്ട്. റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരായിട്ടാണ് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയത്. നിങ്ങൾ ഒരിക്കലും അവരെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഇതിപ്പം നിങ്ങളെ മുന്നിൽ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഏകദേശം ഒരു 7-8 മാസമെങ്കിലും ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 ഇയർ അത്രയെങ്കിലും ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് നാൾ ഇവർക്ക് വേണ്ടി കാത്തിരുന്നു, ഇവർ വിളിക്കും എന്ന് വെച്ച്. പക്ഷേ ഇപ്പം നിങ്ങൾ ഇവരെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സൊക്കെ വന്നു തുടങ്ങിയത്. നിങ്ങളുടെ എനർജി അവർക്ക് കണക്റ്റഡ് ആയത്. നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന്, അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണം എന്ന് ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെറുതെ അല്ല പറയുന്നത്. കാര്യം അവർ നിങ്ങളുമായിട്ട് ഒരുപാട് അടി കൂടിയിട്ടുണ്ട്. നിങ്ങളെ ഈ ഒരു വ്യക്തി അവിശ്വസിച്ചതായിട്ട് കാണുന്നുണ്ട് ചില മൊമെൻറ്റുകളിൽ. നിങ്ങളെ വെറുതെ ഒരു തള്ളിക്കളഞ്ഞായിട്ട് കാണുന്നുണ്ട്, ഒരു കറിവേപ്പില പോലെ. പക്ഷെ അതിലൊക്കെ അവർക്ക് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ഫേവറബിൾ ടൈമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഈഗോ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈഗോ ഉണ്ട്. പക്ഷേ ആ ഈഗോയൊക്കെ മാറ്റി അവർ നിങ്ങളിലേക്ക് വരുമെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതിനായിട്ടൊരു ശരിയായ സമയത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് എന്നുകൂടി റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ വിളിക്കേണ്ട കാര്യമില്ല, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കോൾ വിളിച്ചാലും ഞാൻ ചിലപ്പോൾ അവൈലബിൾ ആവില്ല. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും, മെസ്സേജ് അയച്ചാൽ മതിയാവും. അതുപോലെ ആർക്കെങ്കിലും തേർഡ് പാർട്ടി റിമൂവൽ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് റിമൂവൽ, അല്ലെങ്കിൽ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മുഴുവനായ പേര്, ജനന തീയതി, ജനന സമയം, ജന്മനക്ഷത്രം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങളും കൂടി അയച്ച് എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ ജപിച്ച് കൊടുക്കുന്നതാവും. അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ ഒരുപാട് വിലയേറിയ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുമുണ്ട്. എൻ്റെ ചാനലൊക്കെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരെയും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ കൊണ്ട് തന്നെയാണ്. നിങ്ങളോടാണ്, എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിലാകുമ്പോൾ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറയും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.